ഫസ്റ്റ് ലവ് സ്മൈലേ പതഞ്ഞതു വരൂതേ. ഞങ്ങളുണ്ടായിട്ടുണ്ട്. കൂടെ പഠിച്ചൊരു ഫ്രണ്ടിന്റെ അടുത്തൊരു ക്രഷ് ഉണ്ട്. അതാരാന്ന് ഫ്രണ്ടിന് പറയില്ല, ആർക്കും എനിക്ക് മാത്രം പ്രീമേ തിടുക്കം കാട്ടരുതേ. കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഞാനും മമ്മി ഇങ്ങനെ ഗോൾഡ് സൂക്കില് പണ്ട് ഗോൾഡ് സൂക്ക് ഉണ്ടായിരുന്ന സമയത്ത് എന്തോ രാവിലെ മേടിക്കാൻ പോയപ്പോ അവിടെ മറ്റേ സിനിമ മറ്റേ ഹീറോ ഓ ഇപ്പോഴാണ് ചാർജ് ആയത്. ഉണ്ടായിരുന്നു. ഇങ്ങനെ പൃഥ്വിരാജ് സാർ അവിടെ ഒരു ചർച്ചയിലായാലും ഭയങ്കര മാസത്തിലൊക്കെ ആയിരുന്നു ആ സിനിമയിൽ. അങ്ങനെ ഭയങ്കര ഹോട്ടാണ്. യുവർ റേറ്റിംഗ് ഫോർ ദ ഫിലിം ആസ് ആൻ ഓഡിയൻസ്. എന്റെ സിനിമയോടല്ല, ഞാനൊരു 10-ൽ 10. ഞാൻ 10 കൊടുത്താലല്ലേ ആൾക്കാരൊരു 9 എങ്കിലും നമുക്കൊക്കെ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് നിലയ്ക്കാൻ പോയത്. ഈ വരുന്ന ഒക്ടോബർ 10th നൈറ്റ് റൈഡേഴ്സ് റിലീസ് ആകുകയാണ്. അപ്പം മാത്യു ഉണ്ട് എന്റെ കൂടെ. കൺഗ്രാറ്റുലേഷൻസ് മാത്യു. അപ്പം നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം. ഗെയിം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ മുമ്പിൽ 2 ബൗളുണ്ട്. ഒരെണ്ണത്തിനകത്ത് കംപ്ലീറ്റ്ലി അബൌട്ട് സിനിമയാണ്, മറ്റേ ബൗളിൽ സിനിമയ്ക്ക് പുറത്തുള്ള ചോദ്യങ്ങളാണ്. ഈ 2 ബൗളിൽ നിന്നും 3 ചിറ്റ്സ് വീതം സെലക്ട് ചെയ്യുക, ചോദ്യത്തിന് ഉത്തരം വരാം. ഈസി. സിനിമയിൽ നിന്ന് തുടങ്ങാം. അതെ. About your character എന്താ? ആദ്യം തന്നെ about your character in Night Riders. ശ്യാം എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ശ്യാം മംഗലാപുരത്ത് നിന്ന് എഞ്ചിനീയറിംഗ് ഒക്കെ എക്സാം ഒക്കെ എഴുതി പാസ്സാവുന്നുള്ള പ്രതീക്ഷയോടെ തിരിച്ച് വെക്കേഷന് നാട്ടിയിട്ട് വരികയാണ്. ശ്യാം അവന്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ശ്യാം അവന്റെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നതാണ്. നാട്ടിൽ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ ഇവനെ എഫക്ട് ചെയ്യുന്നു, ഇവൻ ആ പ്രശ്നങ്ങളുടെ ഒപ്പം ഇവന്റെ പ്രശ്നവും എങ്ങനെ ഓവർകം ചെയ്യണു എന്നുള്ളതൊക്കെയാണ് ഇവന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ. അതിന്റെ ഇടയ്ക്ക് ഒരു പ്രണയമുണ്ട്, കൂട്ടുകാരുണ്ട്. മാത്യു എന്താ ശരിക്കും പഠിച്ചത്? ഞാൻ കോമേഴ്സ്. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. കോളേജിൽ പോയിട്ടില്ല. സിനിമ തിരക്കുകളായി പിന്നീട്. അല്ല, അതിന്റെ കോളേജിൽ പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ തിരക്കുകളുള്ള സ്ഥിതിക്ക് പിന്നെ നടപടിയാവില്ല എന്ന് മനസ്സിലായി. ഇനി നടപടി ആക്കുവോ എപ്പോഴെങ്കിലും? അറിയില്ല, എന്തെങ്കിലും നോക്കാം. ഓക്കെ, എന്നാൽ നമുക്കിനി ഔട്ട് ഓഫ് സിനിമ ഒരെണ്ണം ചൂസ് ചെയ്യാം. ഫസ്റ്റ് ലവ് ഉണ്ടായിട്ടില്ല. ഇതുവരെ പ്രണയിച്ചിട്ടേ ഇല്ല. പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വൺ സൈഡ് ലവുകൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഫസ്റ്റ് ലവ് ആയിട്ട് കൂട്ടാം. അത് എത്രാം ക്ലാസ്സിലായിരുന്നു? ചെറുപ്പത്തില് ഉണ്ടായിരുന്നു. 2ാം ക്ലാസ്. കൂടെ പഠിച്ചൊരു ഫ്രണ്ടിന്റെ അടുത്തൊരു ക്രഷ് ഉണ്ട്. അതാരാന്ന് ഫ്രണ്ടിന് പറയില്ല, ആർക്കും എനിക്ക് മാത്രം അറിയാം. എത്രയിലായിരുന്നു അന്ന്? അല്ല, എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. സ്കൂളില് 4-5 പോലെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. ആണോ? എന്താ പറയാ ഞാൻ ചുമ്മാ എന്തിനാ വെറുതെ. ഞാൻ മറ്റേ ഇൻവെർട്ടർ ആന്ന് പറയുന്ന പോലെ. ഓക്കെ, ഇനി അഗൻ സിനിമ. യുവർ റേറ്റിംഗ് ഫോർ ദ ഫിലിം ആസ് ആൻ ഓഡിയൻസ്. എന്റെ സിനിമയോടല്ല, ഞാനൊരു 10-ൽ 10. 10 on 10 റേറ്റിംഗ്. അല്ല, അങ്ങനെയല്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും എല്ലാ പരിപാടികൾക്ക് പോകുമ്പോഴും പറയാറുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സിനിമയില്. നമുക്കൊക്കെ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് നിലയ്ക്കാൻ പോയ നൈറ്റ് റൈഡേഴ്സ്. അപ്പൊ ഞങ്ങളുടെ ഹാപ്പിനെസ് എല്ലാവർക്കും കിട്ടട്ടെ, വർക്കാവും എന്നാണ് പ്രതീക്ഷ. തെറ്റാണ്ടിരിക്കട്ടെ. അപ്പൊ നെല്ലിക്കാൻ പോയിൽ നൈറ്റ് റൈഡേഴ്സിന് മാത്യു 10 സ്റ്റാർസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ 10 കൊടുത്താലല്ലേ ആൾക്കാരൊരു 9 എങ്കിലും. ഫസ്റ്റ് സെലിബ്രിറ്റി എൻകൗണ്ടർ. എനിക്ക് ഞാനും മമ്മി ഇങ്ങനെ ഗോൾഡ് സൂക്കില് പണ്ട് ഗോൾഡ് സൂക്ക് ഉണ്ടായിരുന്ന സമയത്ത് എന്തോ രാവിലെ മേടിക്കാൻ പോയപ്പോ അവിടെ ആ സിനിമയുടെ പേര് ഞാൻ എപ്പോഴും മറന്നുപോയില്ല. ഇത് എന്തായിരുന്നു? ആരായിരുന്നു ഹീറോ? പൃഥ്വിരാജ് മറ്റേ സിനിമ മറ്റേ ചാർജ് ഹീറോ ഓ ഇപ്പോഴാണ് ചാർജ് ആയത്. ഹീറോ എന്നാണല്ലേ? ഹീറോ ആണ് സിനിമയുടെ പേര്. അല്ലു അർജുന്റെ ഒരു സിനിമ ഉണ്ട്, റിയൽ ഹീറോ. അങ്ങനെ കൺഫ്യൂഷൻ. അപ്പൊ അതിന്റെ ഷൂട്ട് അവിടെ എന്തൊരു ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പൃഥ്വിരാജ് സാർ അവിടെ ഒരു ചർച്ചയിലായാലും ഭയങ്കര മാസത്തിലൊക്കെ ആയിരുന്നു ആ സിനിമയിൽ. അങ്ങനെ അതെ, ഭയങ്കര സെറ്റാണ്. അപ്പൊ ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് എന്തോ ഇങ്ങനെ വന്ന് ഇരിക്കണ്ടായിരുന്നു. ഭയങ്കര മറ്റേ കുരിശൊക്കെ മാല, അതാണ് കണ്ട ആദ്യം പൃഥ്വിരാജ് സാറിനെയാണ് ആദ്യം. ഞാൻ ഭയങ്കര ഫാനാണ് പൃഥ്വിരാജിന്റെ. ആക്ച്വലി ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഇപ്പൊ കുറെ സിനിമകൾ ചെറുപ്പം മുതൽ കണ്ടതൊക്കെ ഇങ്ങനെ പൃഥ്വിരാജ് സിനിമകളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര രസമായിരുന്നു. പൃഥ്വിരാജ് ഫാനാണ്. ഓക്കെ ഓക്കെ. നേരിട്ട് സംസാരിച്ച സെലിബ്രിറ്റി ആരാണ്? അതായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു സൗബിക്കായിരിക്കണം. എല്ലാരും അന്ന് തന്നെ കണ്ടു കേട്ടോ. അന്ന് എനിക്കൊന്ന് ലുക്ക് ടെസ്റ്റ് ആയിരുന്നു കുമ്പളങ്ങിയുടെ. സൗബിക്ക് ആദ്യം എത്തിയത്. അപ്പൊ തന്നെ ബാക്ക് ടു ബാക്ക് ബാസി ഉണ്ടായിരുന്നു, പിന്നെ ഫാദുക്ക ഉണ്ടായിരുന്നു, നസ്രിയ ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരെയും കണ്ടു. അല്ല എനിക്ക് ദിലീഷ് ചേട്ടൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ദിലീഷ് പോത്തന ഇവരെല്ലാരെയും കാണുന്നതിന് മുമ്പ് കണ്ട് ഒരു ഹാഫ് ഡേ ഫുൾ സ്പെൻഡ് ഒക്കെ ചെയ്ത് പേടി ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ആദ്യമായിട്ട് കാണുന്നതിന്റെ എല്ലാ പേടികളും ടെൻഷനും ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിത് സിനിമ എന്ന് പുറത്തല്ലേ എടുത്തത്, നമുക്ക് സിനിമ എടുക്കാം. Your favorite from the latest? ഞാൻ വായിക്കാം. Your Your favorite from the favorite from the latest release. ഈ ഇറങ്ങിയ സിനിമകളിൽ നിന്നും ഇഷ്ടപ്പെട്ട സിനിമ ലോക വേറെ ഇല്ല. ലോക ഇറങ്ങിയ ദിവസം തന്നെ പിന്നെ ഫസ്റ്റ് ഡേ ഞാൻ എന്റെ ഫ്രണ്ട് ചമൻ എഡിറ്റ് ചെയ്തേക്കുന്ന ചമൻ അവര് PXL ഔട്ട് വന്നേക്കുന്നൊക്കെ കാണാൻ വേണ്ടി ചമൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനപ്പോ ചമന്റെ കൂടെ ഫസ്റ്റ് തന്നെ പോയി കണ്ടു. 4th പോയി കണ്ടു. നിങ്ങളുടെ ഉണ്ടല്ലോ. അതെ. അപ്പൊ എന്തായാലും സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത് ഇറങ്ങിയതില് ഭയങ്കര ഫേവറേറ്റ് ലോക എന്റെ. യുവർ ഗിൽറ്റി പ്ലഷർ ഫുഡ്. ഗിൽറ്റി അല്ല, എനിക്ക് അങ്ങനെ ഡയറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതുവരെ ഒന്നും നോക്കിയില്ല. ഇല്ല ഇതുവരെ അങ്ങനെ നോക്കേണ്ട വന്നിട്ടില്ല. അല്ല സിനിമയ്ക്കായാലും അങ്ങനെയൊന്നും ഇതുവരെ ഡയറ്റ് ഇതായിട്ട് നോക്കിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ബിരിയാണി ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. അതിപ്പോ രാത്രി കഴിക്കും. എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്വിഗ്ഗിന്നല്ല കിട്ടുവാണെങ്കിൽ മേടിച്ചു കഴിക്കും. അപ്പൊ ഞാനൊരു ഫ്രണ്ടും ഉണ്ട്. അപ്പൊ ഞങ്ങള് രാത്രി ബിരിയാണിയൊക്കെ അവനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ബിരിയാണിയൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. രാത്രി എന്ന് പറഞ്ഞ ഒരു 12 മണി 1 മണിക്ക്. എന്റെ ഫേവറേറ്റ് ആണ് ബിരിയാണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടത്തെ ബിരിയാണിയാണ്? നമ്മുടെ കൊച്ചിയിലെ മാത്യുവിന്റെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് റഹ്മാനിയ. അപ്പൊ മേടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ബിരിയാണി. അല്ല കുറെ സ്ഥലത്ത് പോയി കഴിക്കാറുണ്ട്. ഈ പാലക്കാട് ഉണ്ടല്ലോ NMR ബിരിയാണി നമ്മള് ഷൂട്ട് ചെയ്തപ്പോ പോയി കഴിക്കാറുണ്ട്. എന്റെ ഫേവറേറ്റ് ആ ബിരിയാണി. ഞാൻ എപ്പോ പാലക്കാട് പോയില്ല ബിരിയാണി. ഞങ്ങൾ അതിന്റെ തൊട്ടടുത്ത താമസിച്ചേ. എന്നുവെച്ചൊരു ഷൂട്ട് ഞങ്ങൾ നിന്ന സ്ഥലത്തുനിന്ന് എനിക്ക് തോന്നുന്നൊരു 5 മിനിറ്റ് നടന്ന NMR ബിരിയാണി. ഏത് അവരുടെ OG സ്ഥലത്താണോ പോയത് അതോ ഒരു ചെറിയ കട? അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. അപ്പൊ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ റഹ്മാനിയ പണ്ട് കായിസായിരുന്നു. പിന്നെ അങ്ങനെ ഇല്ല കേട്ടോ, ഞങ്ങള് എല്ലായിടത്തുനിന്നും കഴിക്കും. റഹ്മാനിയാണ് കുറച്ചും കൂടെ അടുത്ത് മരട് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കഴിക്കുന്നത്. ഇത് പാറായോ? ആറായില്ലേ? ഇനി എടുക്കണോ? വേണ്ട. അപ്പം ദാറ്റ്സ് ഇറ്റ് മാത്യു. അപ്പം എന്തായാലും എന്റെ ഈ ഗെയിം സെഗ്മെന്റിൽ ആദ്യത്തെ ഗസ്റ്റ് ആണ് രൊമ്പൻ എൻട്രി. അതേപോലെ തന്നെ നല്ലത് വരട്ടെ ആർക്ക്? നെല്ലിക്ക ബോയിൽ നൈറ്റ് റൈഡേഴ്സിനും മാത്യുവിനും. ശ്യാമിന് പ്രേക്ഷകർ 10 on 10 റേറ്റിംഗ് കൊടുക്കട്ടെ. താങ്ക് യു മാത്യു.